എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കഞ്ഞിയും കപ്പയാണ്. ഞാൻ വീടിനടുത്തുള്ള തെക്കാവിൽ പോയി കഞ്ഞി മേടിച്ചു കൊണ്ടുവന്നു. കഞ്ഞി അതിന് ശേഷം പിന്നെ കപ്പ, മീൻ, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, തണ്ണിമത്തന്, മുസാമ്പി, അതുപോലെ എന്തുവാ ഈത്തപ്പഴം, പച്ചച്ചിങ്ങന, ഓറഞ്ച്, ഇത് മുളക് ബജി, ഉഴുന്നുവട, എല്ലാ ഐറ്റങ്ങളും കുറേശ്ശെ, പഴം, ഏത്തപ്പഴം, ഞാലിപ്പൂവിൻ്റെ പഴം, ജ്യൂസ്, എല്ലാ ഐറ്റങ്ങളും കുറേശ്ശെ എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. കപ്പ മാത്രം വെന്തില്ല, കപ്പ കൂടെ വേവണം. ആ കപ്പയുടെ മീൻകറിയൊക്കെ റെഡിയായി. മീൻകറിയും കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. കഞ്ഞി വെച്ചിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും ഞാനിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഞാനിത് പിന്നെ വീഡിയോസ് ഷോർട്സിനകത്ത് ഇടുകയാണ്. എല്ലാവരും കഴിയുന്നതും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് തരിക, കമൻറ്റ് തരിക. എന്നെ നിങ്ങളുടെ കൂട്ടായിട്ട്, നിങ്ങൾ കൂടപ്പിറപ്പായിട്ട് എന്നെ നിങ്ങൾ അംഗീകരിക്കുക. വിനയത്തോടുകൂടി പറയുന്ന കപ്പ ഞാൻ ഗ്യാസിനകത്ത് വെച്ചിരിക്കുകയാണ്. കപ്പ നോക്കിക്കേ, വേവുന്നതേ ഉള്ളൂ, എന്തോ എന്നറിയില്ല. അൽഹംദുലില്ലാ, കപ്പയും റെഡിയായിരിക്കുകയാണ്. വെന്തു, കപ്പയും വെന്തു. ഇനി അതൊന്ന് ഊറ്റണം. ഊറ്റിയതിന് ശേഷം അതുകൂടെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കാമെന്നാണ്. എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഒറ്റയ്ക്കുള്ളവരെന്താടാ, ഞാനിതുവരെ ഒന്നും വീഡിയോസ് ഇട്ടിട്ടില്ല. നമുക്ക് ഒറ്റയ്ക്കിരുന്നൊന്നും കഴിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കും, പൊരി സാധനങ്ങൾ മേടിക്കും. ഇന്ന് ഞാൻ സാധാ അരച്ചൊഴിക്കുന്നതിൽ നമ്മുടെ ഈ ക്ഷീണത്തിനൊക്കെ ഉള്ള കഞ്ഞിയാണ് ഇന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. ആ കഞ്ഞി നമുക്ക് ക്ഷീണത്തിനുള്ള, പിന്നെ എന്നും വാങ്ങിക്കുന്നത് റവയുടെ തരിക്കഞ്ഞിയാണ്. ഇന്ന് ഞാൻ അങ്ങോട്ട്, അത് കുറേ ദൂരം പോകണം, അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് പോയില്ല. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10-25 മീറ്റർ പോയാൽ മതി. മറ്റേതൊരു 2 കിലോമീറ്ററെങ്കിലും പോകണം. അതുകൊണ്ട് ഞാൻ അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഒരുക്കി കപ്പ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കഞ്ഞി പറഞ്ഞാണ്. കപ്പ റെഡിയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് എനിക്ക് കപ്പയും മീൻകറി. കേട്ടോ, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരാഹാരമാണ് എൻ്റെ കപ്പ. എനിക്ക് നോയമ്പ് മുറിക്കുമ്പോൾ ഫ്രൂട്ട്സ്